പിന്നെ കുറച്ച് പേരുണ്ട് ലൈക്ക് എൻ്റെ സ്കിന്ന് ഭയങ്കര ഹെൽത്തിയാണ്, എനിക്ക് സ്കിൻ കെയർ പ്രോഡക്ട്സ് ഒന്നും ആവശ്യമില്ല, ഞാൻ ഒന്നും ഉപയോഗിക്കാണ്ട് തന്നെ ഞാൻ ഹെൽത്തി ആയിട്ടുണ്ടെന്നുള്ള ആ ഒരു ചിന്താഗതിയിൽ പോകുന്ന കുറച്ച് പേരുണ്ട്. അവരോട് എന്താ പറയാൻ? അങ്ങനത്തെ കുറേ പേരുണ്ട് ആക്ച്വലി. ഇഷ്ടം പോലെ പേരുണ്ട്. കാരണം ഇപ്പൊ നമ്മുടെ സ്കിൻ ഹെൽത്തിയാണ്. അതായത് ഇപ്പൊ ഞാൻ സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത അല്ലെങ്കിൽ യാതൊരുവിധ സ്കിൻ കെയർ പ്രോഡക്ട്സും യൂസ് ചെയ്യാത്ത ഒരാളാണ്. പക്ഷെ ഞാൻ ഡെയിലി ഔട്ട്ഡോർ പോകുന്നുണ്ട്, ഞാൻ ജോലി ചെയ്യുന്നുണ്ട്, പക്ഷെ എൻ്റെ സ്കിന്നിന് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെ ഞാൻ എന്തിനാ ആവശ്യമില്ലാത്ത ഓരോന്നൊക്കെ വാങ്ങി മുഖത്ത് തേക്കുന്നേ? അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് നമ്മൾക്ക് എനിക്ക് തോന്നുന്നു നമ്മുടെ കൺസ്യൂമേഴ്സ് കുറച്ച് പേര് അങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അല്ല എനിക്ക് സ്കിന്നിന് കുഴപ്പമൊന്നുമില്ല, അപ്പം ഞാൻ സ്കിൻ കെയർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ എന്നുള്ളത്. മനസ്സിലാക്കേണ്ട ഏറ്റവും വലിയൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ നമ്മൾ ആക്ച്വലി പെട്ടെന്നല്ല അറിയുക. ഇപ്പം ഒരിക്കലും സൺസ്ക്രീൻ യൂസ് ചെയ്യാത്ത ആളാണ്, പക്ഷെ ആൾ ഡെയിലി പുറത്ത് പോകുന്നുണ്ട്, എന്നാൽ ആൾക്ക് സ്കിന്നിന് പ്രത്യേകിച്ച് ടാനിങ്ങോ കാര്യങ്ങളോ ഡാർക്ക് സ്പോട്ടോ പിഗ്മെന്റേഷനോ ഒന്നും തന്നെ ഇപ്പൊ കാണുന്നില്ല. പക്ഷെ നിങ്ങൾ സന്തോഷിക്കാൻ വരട്ടെ, കാരണം ഓവർ റൺ അല്ല ഓവർ എ പീരിയഡ് തീർച്ചയായിട്ടും സ്കിൻ ബാരിയർ ഡാമേജ്ഡ് ആവും. കുറച്ച് കഴിയുമ്പോഴായിരിക്കും, ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പ്രായമൊന്നും ആയിട്ടുണ്ടാവില്ല, പക്ഷെ സ്കിന്നിൽ പതുക്കെ പതുക്കെ പിഗ്മെന്റേഷൻസും ഫൈൻ ലൈൻസും ചെറിയ ചുളിവുകളും അതുപോലൊക്കെ വരാൻ തുടങ്ങും. നല്ല രീതിയിൽ ഹൈപ്പർ പിഗ്മെന്റഡ് ആവും സ്കിൻ. അപ്പൊ നിങ്ങൾ ചിന്തിക്കും ഇത്ര നാളുണ്ടായിരുന്നില്ല, പെട്ടെന്ന് എന്താ ഈ ഒരു പിഗ്മെന്റേഷൻ കാര്യങ്ങളൊക്കെ അപ്പിയർ ചെയ്യുന്നത് നിങ്ങൾ ശരിക്കും ചിന്തിക്കും. ഒന്നും പേടിക്കാനില്ല. നിങ്ങൾ ആദ്യം ആ ഒരു ഇനീഷ്യൽ ഡേയ്സിൽ തീരെ സ്കിന്ന് കെയർ ചെയ്യാതെ നേരെ UV എക്സ്പോഷറിലേക്കൊക്കെ പോയത് കൊണ്ട് സംഭവിച്ചിട്ടുള്ള ഒരു ഡാമേജ് ആണത്. അപ്പോൾ സ്കിൻ ബാരിയർ ഡാമേജ് എന്ന് പറയുന്നത് ആക്ച്വലി ഓവർ ടൈം സംഭവിക്കുന്ന ഒരു ഡാമേജ് ആണ്, പെട്ടെന്ന് ഉണ്ടാവുന്നതല്ല. അതുകൊണ്ടാണ് നമ്മൾ എപ്പോഴും പറയുന്നത് സ്കിൻ കെയർ മാൻഡേറ്ററി ആയിട്ടുള്ള ഒരു കാര്യമാണ്. അത് ലൈക്ക് ഇന്നെവിറ്റബിൾ ആണ് നമ്മുടെ ലൈഫിൽ. വി ഹാവ് ടു ഡു ഇറ്റ്. ഇന്നൊന്നും കണ്ടിട്ടില്ല സ്കിന്നിൽ പ്രശ്നങ്ങളെന്ന് വെച്ചിട്ട് ഫ്യൂച്ചറിൽ വന്നുകൂടായികയില്ല. പിന്നെ അതേപോലെ തന്നെ വേറെ കുറച്ച് പേരുടെ ഡൗട്ട്സ് ആണ്, ലൈക്ക് ഡൗട്ട്സ് എന്നല്ല, അവരുടെ അടുത്ത് സ്കിൻ കെയറിന്റെ കാര്യം പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല, ഞാൻ ഇപ്പോഴും സോപ്പൊക്കെ ഉപയോഗിച്ച് ഫേസ് വാഷ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. അവരോട് എന്താ പറയാനുള്ളത്? വളരെ റെയർ ആയിട്ട് സോപ്പുകളുണ്ട് നമ്മുടെ ഫേസിന്റെ pH-നെ ബാലൻസ് ചെയ്യുന്ന തരത്തിൽ വലിയ പ്രശ്നങ്ങളില്ലാത്ത. പക്ഷെ ഓൾമോസ്റ്റ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സോപ്പുകളൊന്നും അങ്ങനെ നമ്മൾ മുഖത്ത് ഉപയോഗിക്കാൻ തക്കവണ്ണമുള്ളൊരു pH അല്ല. അപ്പോൾ എന്തായാലും നമ്മുടെ സ്കിന്നിന്റെ നാച്ചുറൽ ഓയിൽസ് ഒക്കെ സ്ട്രിപ്പ് ചെയ്ത് കളയും, ഓവറായിട്ട് നമ്മുടെ സ്കിന്നിനെ ഡ്രൈ ആക്കും. അപ്പോൾ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരു ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് തന്നെ യൂസ് ചെയ്യണം എന്ന് പറയുന്നത് എപ്പോഴും. ഈ ഫേസ് വാഷ് യൂസ് ചെയ്യുമ്പോൾ ലൈക്ക് ഒരുപാട് ഫേസ് വാഷസ് നമ്മുടെ മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ഒരുപാട് ട്രെൻഡിങ് ആയിട്ടുള്ളതും ഉണ്ട്, അതേപോലെ തന്നെ നോർമൽ പണ്ട് തൊട്ടേ നമ്മൾ കണ്ടുവരുന്ന കുറേ ബ്രാൻഡ്സും ഉണ്ട്. അപ്പോൾ ഫേസ് വാഷ് സെലക്ട് ചെയ്യുമ്പോൾ എങ്ങനെയുള്ളതായിരിക്കണം നമ്മൾ സെലക്ട് ചെയ്യുന്നത്? എന്താ പറയുക? മെയിൻ ആയിട്ട് നോക്കേണ്ടത് നമ്മളൊരു ഫേസ് വാഷ് യൂസ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫേസ് ഡ്രൈ ആവരുത്. യു മൈറ്റ് ബി നോയിങ് ആസ് ഗുഡ് ആസ് ഐ നോ യു നോ ദിസ്. അതായത് നമ്മളൊരു ഫേസ് ക്ലെൻസർ അല്ലെങ്കിൽ ഒരു ഫേസ് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഉള്ള ഗ്ലോയും കൂടെ പോയി ഒന്നും കൂടെ ഡ്രൈ ആയ സ്കിൻ ടൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യാൻ പാടില്ല. നമുക്ക് ഉപയോഗിക്കുമ്പോൾ ഏറ്റവും പെട്ടെന്ന് എളുപ്പത്തിൽ മനസ്സിലാവേണ്ട കാര്യം ഞാനിപ്പോൾ പറഞ്ഞത്, ഫേസ് വാഷ് യൂസ് നമ്മൾ മുഖം കഴുകിയതിന് ശേഷം നമ്മുടെ സ്കിൻ എപ്പോഴും എന്തായിരിക്കണം, ക്ലീൻ ആയിട്ട് ഫീൽ ചെയ്യണം. നമ്മളുടെ മുഖത്തുള്ള ഡേർട്ട്, ഇംപ്യൂരിറ്റീസ് അല്ലെങ്കിൽ ഒരു എക്സസ് സിബം പ്രൊഡക്ഷൻ ഒക്കെ ഉണ്ടാവും, ഓയിലൊക്കെ, അതൊക്കെ നല്ല രീതിയിൽ റിമൂവ് ചെയ്ത ശേഷം ഫേസ് നല്ല ക്ലീൻ ആൻഡ് ക്ലിയർ ആയിട്ട് വെക്കാനാണ് ഒരു ഫേസ് വാഷ് ഉപയോഗിക്കുന്നത്. ആൻഡ് വാഷിന് ശേഷവും നമ്മുടെ ഫേസ് നല്ല ഒരു ഹൈഡ്രേറ്റഡ് പ്ലംഡ് ഫീൽ നമ്മുടെ ഫേസിന് കിട്ടണം. അപ്പോൾ ദാറ്റ് ഈസ് എ വെരി ഗുഡ് ഫേസ് വാഷ്. അങ്ങനെ യൂസ് ചെയ്യണം. ഡ്രൈ ആക്കുന്ന ഫേസ് വാഷസ് യൂസ് ചെയ്യാൻ നെവർ നോ. ഓക്കേ, നമുക്കെല്ലാവരുടെ ഫേസിലില്ല. അത് ആൾക്കാർ എന്താ എവിടെയാണ് അവർക്ക് തെറ്റ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഭയങ്കര നല്ല ഗ്ലോയിങ് സ്കിന്നുള്ള നല്ല അവരുദ്ദേശിക്കുന്ന കൈൻഡ് ഓഫ് ഒരു എന്താ പറയുക ഒരു ഐഡിയൽ സ്കിന്നുള്ള ഒരു സെലിബ്രിറ്റി അവർ കണ്ടു, ഒരു കൺസ്യൂമർ മൈൻഡ് സെറ്റ് എന്ന് പറയാണ്. അപ്പോൾ നമ്മളുടെ അടുത്തും കുറേ പേര് വന്ന് ചോദിച്ചിട്ടുണ്ടല്ലോ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ആലിയ ഭട്ടിൻ്റെ കയ്യിൽ ഈ ഒരു പ്രൊഡക്റ്റ് കണ്ടു അല്ലെങ്കിൽ മറ്റേത് കണ്ടു എന്നൊക്കെ ഇപ്പോൾ നമ്മുടെ അടുത്ത് വന്നിട്ടുണ്ട്. സോ ഇത് പറയുന്ന ആൾക്കാർ വിചാരിക്കുന്നത് ഈ പെർട്ടിക്കുലർ സെലിബ്രിറ്റി ഇത് മാത്രം യൂസ് ചെയ്താണ് ഇങ്ങനെ ഇരിക്കുന്നത്. നോ, അബ്സല്യൂട്ട്ലി നോ. പിന്നെ അവരുടെ സ്കിന്നിൽ ഉണ്ടാകുന്ന ഓരോ കൺസേൺസിനും അവർ എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് എടുക്കുന്നുണ്ട് അല്ലേ? അത് എത്ര പേർക്ക് അറിയാം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. ബൊട്ടോക്സ്, ഫില്ലേഴ്സ് പോലെ എന്തെല്ലാം ട്രീറ്റ്മെന്റ്സ് ഉണ്ട്. എനിക്ക് തോന്നുന്നില്ല ഇപ്പോഴത്തെ കാലത്ത് ആൾ ഫേസിൽ ചെയ്യാൻ പറ്റുന്ന എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ്, ഗ്ലൂട്ട IVs, ഗ്ലൂട്ട ഇഞ്ചക്ഷൻസ്, ഇങ്ങനെയുള്ള ഒരുപാട് കെമിക്കൽ പീലിങ്സ്, ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്തിട്ടാണ് അവര് ലൈം ലൈറ്റിൽ നിൽക്കുന്നത്. അവരുടെ മുഖത്തുള്ള ഗ്ലോയും അവരുടെ ആ ഒരു ബ്രൈറ്റ്നസ് ഒക്കെ അത് ചെയ്തിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് നോട്ട് ഈവൻ എ സിംഗിൾ സെഷൻ. ഇപ്പം അറിയാത്തവർക്ക് വേണ്ടി പറഞ്ഞതാണ്, ഇത് മൾട്ടിപ്പിൾ സെഷൻസ് ഓവർ ലൈക്ക് ഒത്തിരി വർഷങ്ങളായിട്ട് അവർ ചെയ്ത് പോരുന്ന പ്രൊസീജിയേഴ്സ് ആയിരിക്കും. എന്നിട്ട് അവർ അതിനനുസരിച്ചിട്ടുള്ള പ്രോപ്പർ സ്കിൻ കെയർ ചെയ്യുന്നുണ്ടാവും. ആൻഡ് ഫൈനലി വൺ റാൻഡം ഡേ അവർ ഒരു പ്രൊഡക്റ്റ് എടുത്ത് അവരുടെ ടേബിളിൽ വെച്ച് കഴിഞ്ഞാൽ ആൻഡ് യു സ്റ്റാർട്ട് ബിലീവിങ് ഈ സിംഗിൾ പ്രൊഡക്റ്റ് ആണ് ഇവരുടെ സ്കിന്നിൽ ഈ കംപ്ലീറ്റ് ചേഞ്ച് ട്രാൻസ്ഫോർമേഷൻ കൊണ്ടുവന്നെന്നുള്ളത്. സോ ആ ഒരു തെറ്റിദ്ധാരണ മാറ്റുക. ഒരു നല്ല റൂട്ടീൻ മാത്രം മതി ഇനീഷ്യൽ സ്റ്റേജിലേ നമ്മൾക്ക് സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് പോരാൻ.
ബേസിക് ആയിട്ട്. അപ്പം എല്ലാവർക്കും ഒന്നും പോയിട്ട് ഇങ്ങനത്തെ എസ്തെറ്റിക് ട്രീറ്റ്മെന്റ്സ് ചെയ്യാനുള്ള ഒരു സാഹചര്യം ഉണ്ടായിക്കൊള്ളണമെന്നില്ല. സോ അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് നല്ല ഹെൽത്തി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഒരു സ്കിൻ കെയർ റുട്ടീൻ തന്നെ മതി. പ്രോപ്പറായിട്ട് നമ്മുടെ സ്കിന്നിനെ നമുക്ക് നറിഷ് ചെയ്യാനും നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ വലിയ തെറ്റുകുറ്റങ്ങളൊന്നും ഇല്ലാത്ത നല്ലൊരു എന്താ പറയുക ഒരു നൈസ് ഒരു ഡീപ്പ് ലുക്കിംഗ് സ്കിന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഒരു കറക്ഷൻ പോയിന്റ് ആണ്. അതായത് നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ പുറത്തേക്കൊന്നും പോകുന്നില്ല, സോ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട കാര്യമില്ലാന്ന്. നോ മാറ്റർ ഈവൻ ഇഫ് യു ആർ അറ്റ് ഇൻഡോഴ്സ് അല്ലെങ്കിൽ ഔട്ട്ഡോഴ്സ്, സൺസ്ക്രീൻ വളരെ വളരെ മാൻഡേറ്ററി ആണ് ടു മോയ്സ്ചറൈസ് അല്ലേ, ടു ഹൈഡ്രേറ്റ് യുവർ സ്കിൻ എന്നുള്ളതും അഗൈൻ വളരെ ഇന്നവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ് സ്കിൻ കെയറിൽ.